അപകട മരണങ്ങളും തരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പരീക്ഷിക്കാതെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്കോ നമ്മളിൽ വന്ന സല്ലാത്ത് ഖത്തിആത്തുകൾക്കോ ഒന്നിനും ഒക്കെയും മാപ്പ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ കൃപ കാണിക്കുന്ന അവസ്ഥ നമുക്ക് സംജാതമാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കുറച്ചും കൂടി മുമ്പോട്ട് വെച്ച് പറയുകയാണെങ്കിൽ അറബി അക്ഷരങ്ങൾ ഇസ്തിഅലാ ഇസ്തിഫാൽ എന്നീ രണ്ട് അവസ്ഥകളാണ് അറബി അക്ഷരങ്ങൾക്കുള്ളത്. അതിൽ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാകുന്ന ഖുസ്ൽ ഇഖ്തിൻഖിൽ എന്ന ആ ദർജയിലേക്ക് ഇസ്തിഫാലിന്റെ ഹർഫിൽപ്പെട്ട റാഉം ലാമും എത്തുകയും ചില ഘട്ടങ്ങളിലൊക്കെ റാഉം ലാമും തഫ്ഖീമായി ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ലാമു തഫ്ഖീമാവുക ജലാലത്തിന്റെ ഇസ്മായിട്ട് ലാമു വരുമ്പോഴാണ്. അതിന്റെ മുമ്പ് ഫത്ഹോ ദമ്മോ ഉണ്ടാകുമ്പോൾ അതിനെ തഫ്ഖീമാക്കും, അല്ലാഹ് എന്ന് പറയും പോലെ. അല്ലാതെ പുഴക്കുകയും തർക്കീക്കാണ് ബില്ലാഹി ലില്ലാഹി എന്നൊക്കെ പറയുമ്പോഴേ. അതുപോലെ തന്നെ റാഇന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു. റാഇനിക്ക് 5 ഘട്ടങ്ങളിലാണ് തഫ്ഖീം സംഭവിക്കുക. അതിൽ നമ്മൾ 3 ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. തഫ്ഖീമുർ റാഇന്റെ 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നാലാമത്തെ ഘട്ടമാണ്. റാഇനിക്ക് ഫത്ഹ് ഉണ്ടാവുക, അതുപോലെ പിന്നെ റാ ഫത്ഹിന് ശേഷം സുക്കൂനായി വരിക, അതുപോലെ റാ സുക്കൂനാവുകയും റാഇന്റെ മുമ്പുള്ളത് കസ്റാവുകയും റാഇന്റെ ശേഷമുള്ളത് ഇസ്തിലാന്റെ ഹർഫിൽപ്പെട്ട ഹർഫായി ഒരേ കലിമത്തിൽ പതിമിച്ചുക എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. റാ എന്നും ഫതഹായി വരുമ്പോഴും ലമ്മായി വരുമ്പോഴും അതിനെപ്പോഴും തഫ്ഖീമാണ്. റബ്ബി, റുബമ, റുബ്ബ അവിടെയൊക്കെ റാ തഫ്ഖീമായിട്ടാണ് ഉച്ചരിച്ചത്. അതുപോലെ റാ സുക്കൂനാകുമ്പോഴും റാഇന്റെ മുമ്പ് ഫതഹ് വരിക, റാഇന്റെ മുമ്പ് ഫതഹ് വരിക. അത് വഖഫിലായാലും അല്ലാതെപ്പോഴും ഒക്കെയും റാഇന്റെ മുമ്പ് ഫതഹാണ് എങ്കിൽ റാ തഫ്ഖീമാണ്. ഇനി റാ സുക്കൂനാണ്, പക്ഷെ റാഇന്റെ മുമ്പ് കസ്റാണ്. പക്ഷെ റാഇന് ശേഷം വന്നത് ഇസ്തിലാന്റെ ഹർഫിൽപ്പെട്ട ഹർഫാണ്. അതും ഒരേ കലിമത്ത് ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ സംഭവിച്ചാൽ അവിടെയും തഫ്ഖീമാണ് റാഇനിക്ക്. എന്നാൽ റാ സുക്കൂനാവുകയും റാഇന്റെ മുമ്പ് കസ്ർ സംഭവിക്കുകയും റാഇന് ശേഷം വന്നത് ഇസ്തിലാന്റെ ഹർഫ് തന്നെയാണ്, ഫതഹായിട്ട് തന്നെയാണ് വന്നത് എങ്കിലും അത് വേറെ കലിമത്തിലായി പോയാൽ അവിടെ തർക്കീക്കാണ്. ഇനി റാ സുക്കൂൻ റാഇന്റെ മുമ്പ് കസ്റും റാഇന് ശേഷം വന്ന ഇസ്തിലാന്റെ ഹർഫ് കസ്റാവുകയാണെങ്കിൽ അവിടെ തർക്കീക്കാണ് ഉത്തമമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാലാമത്തെ തഫ്ഖീമുർ റാഇന്റെ നാലാമത്തെ രൂപം ഒന്ന് പരിശോധിച്ച് നോക്കാം. സുക്കൂനായ റാഇന് മുമ്പുള്ള കസ്ർ അടിസ്ഥാനപരമല്ലാത്തതോ റാ മറ്റൊരു പദത്തിലുള്ളതോ ആയിരുന്നാൽ റാഇന് തഫ്ഖീം ചെയ്യണം. മനസ്സിലായിട്ടുണ്ടാകും. റാ സുക്കൂനാണ്. റാഇന് മുമ്പുള്ള ഹർഫിനിക്ക് കസ്ർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കസ്ർ യഥാർത്ഥത്തിൽ ആ ഹർഫിനിക്ക് അങ്ങനെ ഒരു കസ്റല്ല. അവിടെ ആ ഹർഫിൽ ചില നഹ്വ് അറിയുന്നവർക്ക് അറിയാം കാര്യങ്ങൾ വന്ന കാണും. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോ ഒരു അംറ് ഫീലിൽ തുടക്കത്തിൽ ഹംസ വരും, അംറ് ഫീലിൽ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? കസ്ർ കൊടുക്കും. അപ്പൊ ആ കസ്ർ അവിടെ അംറ് ഫീലിനെ അറിയിക്കാൻ വേണ്ടി അംറ് ഫീലിനെ വേണ്ടി കൊടുക്കുന്ന കസ്റാണത്. അപ്പൊ അത് അസ്ലിയായ അടിസ്ഥാനപരമായ കസ്റല്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കസ്റുള്ള സ്ഥലങ്ങൾക്ക് ശേഷം ഈ റാ സുക്കൂനായി വരികയാണെങ്കിൽ അവിടെ റാഇന് തഫ്ഖീമാണ്. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇർജിഅ കണ്ടില്ലേ? ഇർജിഅ അവിടെ ആ ഹംസ അവിടെയുള്ള അലിഫ് അത് വസലിന്റെ അലിഫാണ്, കൂട്ടി ഓതുമ്പോൾ പോകുന്ന അലിഫാണ്. ഉദാഹരണത്തിന് തൊട്ടു മുമ്പുള്ള ആയത്തെടുക്കുക, ബൽ അൻതും ബിഹദിയതികും തഫ്റഹൂന റുജ്അ. ചേർത്ത് ഓതുമ്പോൾ ആ അലിഫിനെ അവിടെ കാണൂല. അതുകൊണ്ട് തന്നെ വസലിന്റെ അലിഫാണ്.
അതുകൊണ്ട് തന്നെ അതിന്റെ കസർ എന്തല്ല എന്ന് മനസ്സിലായി. അവിടെ അടിസ്ഥാനപരമായി ഉള്ള കസറല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകും നമ്മൾ നേർനിർത്തി ബൽ അൻതും ബിഹദിയതികും തഫ്റഹൂൻ അവിടെ നിർത്തി. പിന്നെ ഇർജി എന്ന് നമ്മൾ ഓതുമ്പോൾ അവിടെ റാഇനിക്ക് തഫ്ഖീം കൊടുത്തിട്ടാണ് ഓതേണ്ടത്, ഇർജി എന്നല്ല. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെയുള്ള കസർ റാഇന് സുക്കൂനായ റാഇന് മുമ്പ് ഉള്ള കസർ, റാഇന് മുമ്പ് ആ അലിഫിനുള്ള കസർ എന്തല്ല, അത് അസ്ലിയായ അടിസ്ഥാനപരമായ കസറല്ല. ഇനിയും നോക്കൂ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. കണ്ടില്ലേ, റബ്ബിർജിഊൻ. അവിടെ റബ്ബി ഇർജിഊൻ എന്നാണുള്ളത്. റബ്ബി പിന്നെ ഒരു വസലിന്റെ അലിഫ് കൊടുത്തിട്ട് ഇർജിഊൻ, അങ്ങനെയാണ് ഉള്ളത്. റബ്ബി ഇർജിഊൻ. അപ്പോൾ എന്തായി, അവിടെ റബ്ബി എന്ന ബാഇന്റെ കസറിന്റെയും സുക്കൂൺ റാഇന്റെയും ഇടയിൽ ഒരു അലിഫ് വന്നു ചേർന്നു. അപ്പോഴും അവിടെ ഉള്ള കസർ ബാഇന്റെ കസർ സംബന്ധിച്ചിടത്തല്ല തഫ്ഖീം തർഖീഖാക്കാൻ പറ്റുന്ന ഒരു കസറിന് ശേഷമല്ല. അതുകൊണ്ടും എന്തായി, പിന്നെ തഫ്ഖീമാക്കിയിട്ട് നമ്മൾ ഓതേണ്ടതാണ്. റബ്ബിർജിഊൻ, റബ്ബിർജിഊൻ എന്ന് ഓതിക്കൂടാ. അവിടെയുള്ള റാ സുക്കൂനാണ്, റാഇന്റെ മുമ്പ് ബാഇനിക്ക് കസറാണ്. പക്ഷേ ആ കസറുള്ള ബാഇന്റെയും സുക്കൂണായ റാഇന്റെയും ഇടയിൽ ഒരു വസലിന്റെ അലിഫ് വന്നിട്ട് എന്തായിട്ടുണ്ട്, ഒരു ബ്ലോക്ക് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. തർക്കീക്കാക്കുന്ന അവസ്ഥ തൊട്ട് ഒരു ബ്ലോക്ക് അവിടെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്തല്ല, അവിടെയുള്ള കസർ റാഇനെ തർക്കീക്കാക്കാൻ പറ്റുന്ന അസ്ലിയായ കസറല്ല. ഇനി അതുപോലെ ഇനി റുത്തബത്തും എന്നൊരു ഭാഗം കാണാം. ഇനി റുത്തബത്തും ഫഇദ്ദത്തുഹുന്ന സലാസത്തു അഷ്ഹുർ സൂറത്ത് തലാഖിൽ കാണാം അങ്ങനെ ആയിട്ട്. ഇനി റുത്തബത്തും അവിടെയും അങ്ങനെ തന്നെയാണോ, ഇനി റുത്തബത്തും എന്ന് ഓതിക്കൂടാ, തർക്കീക്കാക്കാൻ പറ്റൂല, തഫ്ഖീമാക്കി തന്നെയാണ് ഓതേണ്ടത്. അവിടെ അങ്ങനെ തന്നെ ഇൻ ഇർത്തബത്തും എന്നാ ഉള്ളത്. ഇൻ ഇർത്തബത്തും അവിടെയും റാഇനെ തർഖീഖാക്കാൻ പറ്റുന്ന ഒരു അസ്ലിയായ കസ്റിന് ശേഷമല്ല റാ സുക്കൂനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും തഫ്ഖീമാണ് ചെയ്യേണ്ടത്. അഫീ ഖുലൂബിഹിം മറദുൻ അമിർതാബു. കണ്ടില്ലേ, അതായത് റാഇന്റെ സുക്കൂൻ വേറെ പദത്തിലാവുകയാണ്. റാഇന്റെ സുക്കൂൻ മറ്റൊരു പദത്തിലാവുകയും റാഇന്റെ മുമ്പുള്ള കസ്ർ വേറൊരു പദത്തിലായിട്ടും വരികയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ, റാഇന്റെ സുക്കൂൻ ഒരു മറ്റൊരു പദത്തിലും, സുക്കൂണ റാ മറ്റൊരു പദത്തിലും, ഈ കസ്ർ വേറൊരു പദത്തിലുമായിട്ട് സംഭവിക്കുകയാണ്. അതാണ്, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നത്, തഫ്ഖീം സംഭവിക്കും, തർഖീഖ് വരാത്തത്. അതുപോലെ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. കണ്ടില്ലേ, ഇർജിഇ അവിടെ ഇർജിഇ എന്ന് ഓതിക്കൂടാ, ഇർജിഇ റാഇൽ തഫ്ഖീം കൊടുത്തിട്ട് തന്നെ ഓതണം. അതായത് ഇവിടെയൊക്കെയുള്ള കസ്റുകൾ എന്തല്ല, റാഇനെ തഫ്ഖീമാക്കാൻ പാകത്തിലുള്ള, റാഇനെ തർഖീഖാക്കാൻ പാകത്തിലുള്ള ശക്തരായ കസ്റുകളല്ല, ദുഅഫുള്ള ബലഹീനരായ കസ്റുകളാണ് എന്ന് മനസ്സിലാക്കുക. ഈ തഫ്ഖീമും ഇജ്മാ ഉള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ 4 വിഷയങ്ങൾ പറഞ്ഞു തഫ്ഖീമാക്കാൻ, റാഇനെ തഫ്ഖീമാക്കാൻ 4 അവസ്ഥകൾ. ഒന്ന് റാ ഫതഹോ ദമ്മോ ആയി വരിക, മറ്റൊന്ന് റാ സുക്കൂനാകുമ്പോൾ തന്നെയും റാഇന്റെ മുമ്പുള്ള ഹർഫ് ഫതഹായി വരിക. ഇനി റാ സുക്കൂനാകുമ്പോൾ റാഇന്റെ മുമ്പ് കസ്റും സംഭവിക്കും, പക്ഷെ റാഇന് ശേഷം ഒരേ പദത്തിലായിക്കൊണ്ട് ഇസ്തിലായിന്റെ ഹർഫ് ഫതഹായിട്ടോ ദമ്മായിട്ടോ വരിക, ഒരേ പദത്തിൽ. അതിന് നമ്മൾ 5 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഖിർത്താസ്, മിർസാദ്, ലബിൽ മിർസാദ്, അതുപോലെ ഫിർഖത്ത്. ഇങ്ങനെ ഒരു 4 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഖിർത്താസ്, ഇർസ്വാദൻ, അതുപോലെ ഫിർഖത്തിൻ, മിർസാദൻ, ലബിൽ മിർസാദ്. ഇങ്ങനെ 5 ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 5 വാക്കുകൾ തന്നെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ വാക്കുകളൊന്നും ഇതിനോട് തുല്യമായ മറ്റു വാക്കുകളൊന്നും വന്നിട്ട് കാണുന്നില്ല. അങ്ങനെ 5 എണ്ണം പറഞ്ഞു. പിന്നെ 4-മത്തേത് പറഞ്ഞു
സുക്കൂനായ റായിന് മുമ്പുള്ള കസർ അടിസ്ഥാനപരമല്ലാത്തതാവുക. റാ മറ്റൊരു പദത്തിലുള്ളതോ ആയിരുന്നാൽ റാ തഫ്ഖീം ചെയ്യണം. സുക്കൂൻ കസറിന് ശേഷം റാ മറ്റൊരു പദത്തിലായി. റബ്ബി ഇർജിഉ എന്ന് പറയും പോലെ റബ്ബി അതിന്റെ കസർ വേറൊരു പദത്തിലും ഇർജിഊൻ എന്നത് മറ്റൊരു പദത്തിലായിട്ട് ഒരുമിച്ച് കൂടുകയാണ്. അതുപോലെ ഇർജിഇ ഇലാ റബ്ബിക, ഇർജിഇ ഇലാ റബ്ബികി, അവിടെ റായിന് മുമ്പ് വന്ന കസർ എന്നല്ല അടിസ്ഥാനപരമായ കസറല്ല. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് റായിനിക്ക് എന്താവുകയാണ്? തഫ്ഖീം കിട്ടുകയാണ്. ഇനി പറയാൻ പോകുന്നത് അഞ്ചാമത്തെ നിയമമാണ്. റായിനെ തഫ്ഖീമാക്കുന്ന അഞ്ചാമത്തെ നിയമം, വഖഫ് കൊണ്ട് സുക്കൂൻ സിദ്ധിക്കുന്ന റായിന് മുമ്പുള്ളത് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരമാവുകയും, ശ്രദ്ധിക്കണേ, അതിനു മുമ്പുള്ളത് ഫത്ഹോ ദമ്മോ ആയിരിക്കുകയും ചെയ്താൽ റായിനെ തഫ്ഖീമാക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇത്. നമ്മൾ സൂറത്തുൽ ഫജ്ർ ഒക്കെ ഓതുന്നവരല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫജ്ർ വൽ ഫജ്ർ തഫ്ഖീമാണ്. റാ സുക്കൂൻ റായിന്റെ മുമ്പുള്ളത് ജീമാണ്, യാ അല്ല. ജീമിനിക്ക് സുക്കൂനാണ്, ഫജ് വൽ ഫജ്ർ അല്ലെ. അപ്പൊ റായിനിക്ക് അവിടെ തഫ്ഖീമാണ്. അതായത് വഖഫ് കൊണ്ട് സുക്കൂൻ സിദ്ധിക്കുകയാണ് അല്ലെ. വൽ ഫജ്ർ അവിടെ വഖഫ് ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. മനസ്സിലായില്ലേ? വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ വരിക? വൽ ഫജ്രി എന്നാണ് വരിക. വൽ ഫജ്രി വലയാലിൻ അശ്ർ അല്ലെ. അവിടെ തർക്കീക്കാണ്. വഖഫ് ചെയ്യുമ്പോഴാണ് അവിടെ തഫ്ഖീം വരുന്നത്. കാരണം അവിടെ സുക്കൂൻ കിട്ടുകയാണ്. വഖഫ് ചെയ്യുമ്പോൾ അൽ ഫജ്ർ എന്ന ഭാഗത്ത് അവിടെ വഖഫ് ചെയ്യുമ്പോൾ റായിക്ക് സുക്കൂൻ കിട്ടുകയാണ്. അങ്ങനെ സുക്കൂൻ കിട്ടുമ്പോൾ റാഇന്റെ സുക്കൂന്റെ മുമ്പ് വന്ന ജീമിന് സുക്കൂനായ റായിന് മുമ്പ് വന്ന ഹർഫ് ഏതാ നോക്കുക. അവിടെ ജീമാണ് വന്നിരിക്കുന്നത്, അതിനും സുക്കൂനാണ്, ജീവിനിക്കും സുക്കൂനാണ്. അപ്പൊ മനസ്സിലായി, യാ അല്ലാതെ ഏതക്ഷരം വന്നാലും, ജീമ് എന്നല്ല, യാ സുക്കൂനായ യാ അല്ലാതെ ഏതക്ഷരം വന്നാലും, മനസ്സിലായില്ലേ? വഖഫ് കൊണ്ട് സുക്കൂൻ സിദ്ധിക്കുന്ന റായിന് മുമ്പുള്ളത് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരമായി ജീമാണ് വന്നത്, വൽ ഫജ്ർ. അതിനു മുമ്പുള്ളത്, ആ ജീമിന് മുമ്പുള്ള ഫായിനിക്ക് എന്താ ഇറാബ്, എന്താ ഹർക്കത്ത്? ഫത്ഹാണ് അല്ലെ. ഫത്ഹോ ലമ്മോ ആയാലും കുഴപ്പമില്ല, ഫത്ഹായാലും കുഴപ്പമില്ല, ലമ്മായാലും കുഴപ്പമില്ല, ഫൂന്നായാലും കുഴപ്പമില്ല, ഫാനായാലും കുഴപ്പമില്ല, ഫീ ആയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അവിടെ ശേഷം പറയുന്നുണ്ട് കസ്റാവുമ്പോൾ അവസ്ഥ ഫത്ഹും ലമ്മുമായി, ഫത്ഹോ ലമ്മു ആവുക. അതായത് റാ സുക്കൂന്, റായിന്റെ മുമ്പുള്ളത് യാ അല്ലാതെ സുക്കൂനായ ഒരു ഹർഫ്. യാ ആവുമ്പോഴാണ് തർക്കിക്ക് വരും. നമ്മൾ പിന്നെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. യാ അല്ലാതെ മറ്റേത് ഹർഫാണ് വന്നതെങ്കിലും സുക്കൂനുള്ള ഹർഫാണ് വന്നത്, അതിനു മുമ്പുള്ള അക്ഷരത്തിന്റെ ഹർക്കത്തിലേക്ക് നോക്കുക. അവിടെ ഫത്ഹോ ലമ്മോ ആണ് എങ്കിൽ ആ റാ തഫ്ഖീമായിരിക്കും. വൽ ഫജ്ർ അൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. കണ്ടില്ലേ? ഖദ്ർ, അസ്ർ, ഇവിടെയൊക്കെയും തഫ്ഖീമാണ്. വൽ അസ്ർ, വൽ അസ്ർ അങ്ങനെയാണ് ഓതുന്നത്. ലൈലത്തിൽ ഖദ്ർ, വൽ ഫജ്ർ ഇങ്ങനെയാണ് ഓതുന്നത്. കാരണം ഇവിടെയൊക്കെ റാ സുക്കൂൻ, റാഇന്റെ മുമ്പുള്ളത് യാ അല്ലാത്ത ഹർഫ്, സുക്കൂൻ യാ അല്ലാത്ത സുക്കൂനുള്ള ഹർഫ്, അതിനു മുമ്പുള്ളത് ഫത്ഹ്. മനസ്സിലായില്ലേ? അപ്പം വൽ ഫജ്ർ വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي. അവിടെ എങ്ങനെ ഓതുക? കാരണം അവിടെ ഹിജ്ർ എന്ന് വരുമ്പോ റാ സുക്കൂന്, റായിന് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാതെ ഹർഫ്, പക്ഷെ അതിന് മുമ്പുള്ളത് കിസ്ർ, ഹി. ഹാ എന്നല്ല പറഞ്ഞത്, ഹാനോ ഹൂന്നോ അല്ല, ഹി എന്നാണ് പറഞ്ഞത്. അവിടെ എന്താണ്? അവിടെ തർക്കീക്കാണ്, ഹിജ്ർ എന്നാണ് ഓതേണ്ടത്. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ഹിജ്ർ അങ്ങനെയാണ് ഓതേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ തർക്കീക്കിൽ പറയുന്നുണ്ട് ആ വിഷയം. അതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇതോടുകൂടി റാഇന് തഫ്ഖീമാക്കുന്ന വിഷയങ്ങൾ ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. 5 കാര്യങ്ങളാണ് റാഇന് തഫ്ഖീമാക്കാനുള്ളത്. റാഇന് തഫ്ഖീമാക്കുന്ന നിയമങ്ങൾ 5 എണ്ണമാകുന്നു. നമ്മൾ പറഞ്ഞു, ഫത്ഹായിട്ടോ സംഭവിക്കുക,
റാ സുക്കൂനാവുകയും റാഇന്റെ മുമ്പ് ഉള്ള ഹർഫ് ഫത്ഹായിട്ടും വരിക. മൂന്നാമത് റാ സുക്കൂനും റാഇന്റെ മുമ്പുള്ളത് കസ്റുമായിരിക്കുമ്പോൾ തന്നെയും റാഇന് ശേഷമുള്ളത് ഇസ്തിഅലാന്റെ ഹർഫിൽപ്പെട്ട ഏതെങ്കിലും ഹർഫ് ദമ്മായിട്ടോ ഫത്ഹായിട്ടോ ഒരേ കലിമത്തിൽ ഒരേ പദത്തിൽ ഒരുമിച്ച് കൂടി വരിക. 4 നമ്മൾ പറഞ്ഞു സുക്കൂനായ റാഇന് മുമ്പുള്ള കസ്ർ അടിസ്ഥാനപരമല്ലാത്തതോ റാ മറ്റൊരു പദത്തിലുള്ളതോ ആയിരിക്കുക. 5 നമ്മൾ പറഞ്ഞു വഖഫ് കൊണ്ട് സുക്കൂൻ കിട്ടുന്ന റാഇന് മുമ്പുള്ളത് സുക്കൂനായ യാ അല്ലാത്ത അക്ഷരമാവുകയും അതിനു മുമ്പുള്ളത് ഫത്ഹോ ലമ്മോ ആയിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ 5 അവസ്ഥകൾ തഫ്ഹീം റാഇനിക്ക് തഫ്ഹീം കിട്ടാൻ ഉള്ള ന്യായങ്ങളായിട്ട് 5 കാര്യങ്ങൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات أفكلما جاءكم رسول بما لا تهفى فريقا كذبتم وفريقا تتون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون صدق الله. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ അതിന്റെ ഹഖനുസരിച്ച് പാരായണം ചെയ്യുവാനുള്ള കഴിവും തൗഫീഖും നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ നല്ല നിലക്ക് പിന്നെ നല്ല നിയത്തിൽ, അതായത് ഖുർആൻ അല്പം എന്ന ഉദ്ദേശത്തിൽ, അതുപോലെ ക്ലാസ് റൂമുമായി സഹകരിക്കുക, എന്താ ഈ പരിപാടിയുമായി സഹകരിക്കുക, ഈ ഒരു പഠന
തജ്വീദ് പഠന ഖുർആൻ തജ്വീദ് പഠന പാരായണ ക്ലാസ്, ആ ക്ലാസ്സുമായി സഹകരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ സന്മനസ് കാണിക്കുന്നവർ ഖൈസാൻ്റെ ഇത് മേലെ വന്നാൽ വലിയ സന്തോഷമാണ്. ആരാ ഓതുക? ഞാനതൊരു മൈക്ക് വിടാൻ പോവുകയാണ്. ആർക്കും മൈക്കിലേക്ക് വരാം. എല്ലാവർക്കും മൈക്കിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട കാവനൂർ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമുക്കല്പം ഓതി കേൾപ്പിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകം ദുആ ചെയ്തുകൊള്ളുന്നു ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമുക്കല്പം ഖുർആൻ ഓതിയ ഭാഗം ഉസ്താദിന്റെ ശബ്ദത്തിൽ ഓതി കേൾപ്പിച്ചു തരും. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും കഴിവുള്ളവരൊക്കെയും മൈക്ക് എടുക്കാൻ പറ്റുന്നവരൊക്കെയും മൈക്കിൽ വന്ന് അല്പം ഓതണമെന്ന് വളരെ വലിയ ഒരു സ്ഥലം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ മൈക്ക് വിടുന്നു ഉസ്താദിന് വേണ്ടി. السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. നമ്മൾ ഖുർആനിലെ ഉദാഹരണങ്ങൾ സഹിതം ഇവിടെ വിശദീകരിച്ചു. അത്രന്ന് ഓർമ്മയിൽ നിൽക്കുന്നൊരു വിഷയമല്ല, അത് മറന്നുപോകും. വളരെ ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമുള്ളതും എന്നാൽ തന്നെ ഓതിക്കൊടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആക്കുകയും ചെയ്തൊരു ഭാഗമാണ് ഈ തഫ്ഖീമും തർഖീഖും, പ്രത്യേകിച്ച് റായിന് തഫ്ഖീമും തർഖീഖും. അതുകൊണ്ട് ഈ വിഷയം ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നവർ, ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. റെക്കോർഡ് ചെയ്ത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ആ രൂപത്തിലൊക്കെ നമ്മളിത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇവിടെ തൽക്കാലം ഞാൻ ഇന്നത്തെ വിശദീകരണം നിർത്തുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഖുർആനിലേക്ക് പ്രവേശിക്കാം. ഖുർആൻ ഓതാൻ താല്പര്യപ്പെടുന്നവരൊക്കെ മേലേക്ക് വരണം, ഖൈസാൻ്റെ ഇത് മേലെ വരണം. ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് ഓതി വെച്ചതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ഓതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم. أفتؤمنون ببعض الكتاب وتكفرون ببعض؟ فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما
ما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. السلام عليكم ورحمة الله. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഈ സാന്നിധ്യത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിനും ഉസ്താദിന്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും റബ്ബ് തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വളരെ നല്ല രീതിയിൽ ഉസ്താദ് അവർ നമുക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു വന്നു. ഇനി ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഓതാൻ താല്പര്യപ്പെട്ട് മൈക്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ സ്വാഗതം. മാഷാ അല്ലാഹ്. മുഹിബ്ബുൽ ഖുർആൻ മൈക്കിലേക്ക് വരുന്നുണ്ട്. നമ്മളിന്ന് നോക്കൂ, ഇന്ന് ഓതിയ ഭാഗത്ത് നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയങ്ങൾ, തഫ്ഹീം, റായിനുള്ള തഫ്ഹീം നല്ലോണം വന്നിട്ടുണ്ട്. ഒരു കളി തന്നെ ഉണ്ട്, റായിന്റെ ഒരു കളി തന്നെ ഇന്ന് ഓതിയ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇല്ലേ? അഖറർതും അഖററു റാഉ സുക്കൂൻ റർ എന്ന് പറയുമ്പോൾ റാഉ സുക്കൂൻ റാഇന് മുമ്പുള്ളത് ഫത്ഹ് അല്ലേ? നമ്മൾ രണ്ടാമത് പറഞ്ഞ വിഷയം, റാഇൻ തഫ്ഹീമാക്കുന്ന രണ്ടാമത് പറഞ്ഞ വിഷയം അതായിരുന്നു. റാഉ സുക്കൂനും റാഇന്റെ മുമ്പ് ഫത്ഹ് വരുമ്പോൾ റാഇനിക്ക് തഫ്ഹീമാണ്. അഖറർ അല്ലേ? അവിടെ അതുപോലെ ഒരുപാട് റാഉകൾ ഇന്ന് വന്നിട്ടുണ്ട്. വഇയതൂകും ഉസാറ റാഉ ഫത്ഹായിട്ട് വന്നു. മുഹറമുൻ അവിടെയും റാ ഫത്ഹായിട്ട് വന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ റാ ഫത്ഹായിട്ട് ലമ്മായിട്ടൊക്കെ വന്നിട്ടുണ്ട്, റാ തഫ്ഖീം ചെയ്യുന്ന ഭാഗങ്ങളായിട്ട്. ഇവിടെ കണ്ടില്ലേ ഒരുപാട് സ്ഥലങ്ങൾ. ബിൽ ആഖിറ വലാഹും യുൻസറൂൻ റാക്ക് ലമ്മായിട്ട് വന്നു. യുൻസറൂൻ എന്ന് പറയുമ്പോൾ റാക്ക് ലമ്മായിട്ട്. അതുപോലെ വആതൈനാ ഈസ ഇബ്ന മറിയം, മറിയം എന്ന് പറയുമ്പോൾ റാ സുക്കൂന് റാഇന്റെ മുമ്പുള്ള മീമിനിക്ക് ഫതഹ് റാ തഫ്ഖീം. ഇങ്ങനെ റാഇന്റെ തഫ്ഖീമാക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇന്നത്തെ ഭാഗത്ത് നമുക്ക് ഓതിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ അതിന്റെ ഹക്കനുസരിച്ച് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുവാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഇന്ന് ഓതിയ വിശുദ്ധ ഖുർആന്റെ ആ ഭാഗം നമ്മിൽ മരണപ്പെട്ടവരുടെയൊക്കെയും ഹദ്റത്തിലേക്ക് അല്ലാഹു തരത്തിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെ പ്രഭയും വിശുദ്ധ ഖുർആന്റെ ശഫാഅത്തും മദദുമുള്ള ഖബർ ജീവിതമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെയും ഖബർ അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ പലരും, അതുപോലെ
അടുത്തുപ്പക്കാർ, അതുപോലെ കൂട്ടുകാർ, ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കന്മാർ പലരും ഈ അടുത്ത കാലങ്ങളിൽ മറ്റുമൊക്കെയായി നമ്മോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെയും ഹദ്റത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് ഓതിയതിന്റെ മിസ്ർ സവാബിനെ എത്തിക്കുമാറാകട്ടെ.